നിതാഖാത്ത് നടപ്പിലാക്കുന്നതിന് സൗദി ഭരണകൂടം അനുവദിച്ച ഇളവുകാലം നവംബർ 4-ന് അവസാനിക്കും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസി സമൂഹമാണ് ഇളവുകാലം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത്. സൗദി അറേബ്യ 6 മാസം മുൻപ് അനധികൃത താമസക്കാരായ വിദേശികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചപ്പോൾ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നു. നിയമം ലംഘിച്ച് ജോലി ചെയ്ത നിരവധി ആളുകൾക്ക് ജയിലിൽ പോകേണ്ടി വന്നു. വിദേശ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് നിതാഖാത്ത് എന്ന സ്വദേശിവൽക്കരണ നിയമം നടപ്പിലാക്കുന്നത് നീട്ടിവച്ചതോടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് അല്പം ആശ്വാസമായത്. അബ്ദുള്ള രാജാവ് അനുവദിച്ച ഇളവുകാലം നവംബർ 4-ന് അവസാനിക്കും. ഇനി ഇളവുകാലം നീട്ടി നൽകില്ല എന്ന് സൗദി തൊഴിൽ മന്ത്രാലയം പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇളവുകാലം അവസാനിച്ചാൽ അനധികൃത താമസക്കാരായ വിദേശികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. നവംബർ 4-ന് ഇളവുകാലം അവസാനിച്ചാലും സൗദിയിലെ ഇന്ത്യക്കാർ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ടി വരില്ല. കാരണം ഇളവുകാലം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തിയത് ഇന്ത്യക്കാരാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 28 ലക്ഷം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിലുള്ളത്. അനധികൃതമായി സൗദിയിൽ താമസിച്ചിരുന്ന 10 ലക്ഷം ഇന്ത്യക്കാർ കഴിഞ്ഞ 6 മാസത്തിനിടെ രേഖകൾ നിയമവിധേയമാക്കി. 3.5 ലക്ഷത്തിലധികം തൊഴിലാളികൾ പുതിയ തൊഴിലുടമകളെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറ്റം വരുത്തി. ഹുറൂബായി കഴിഞ്ഞിരുന്ന 3 ലക്ഷത്തിലധികം ആളുകൾ വിസയിൽ രേഖപ്പെടുത്തിയ ജോലിയിലേക്ക് മാറി. 4,60,000 ഇന്ത്യക്കാർ ഇഖാമ പുതുക്കി താമസം നിയമവിധേയമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന ഇക്കൂട്ടർക്ക് ഇനി റീ എൻട്രി വിസയിൽ നാട്ടിൽ പോകാനും തിരിച്ചുവന്ന് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. സൗദിയിലെ വിദേശ തൊഴിലാളികളിൽ പദവി നിയമവിധേയമാക്കിയവരിൽ മുൻനിരയിലാണ് ഇന്ത്യക്കാരുടെ സ്ഥാനം. സൗദിയിലെ ഇന്ത്യൻ എംബസി കഴിഞ്ഞ 4 മാസമായി പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്ന രീതിയിലാണ് പ്രവർത്തിച്ചത്. റിയാദിലെ ഇന്ത്യൻ എംബസി കാര്യാലയം 24 മണിക്കൂറും സേവനങ്ങൾ നൽകി. പാസ്പോർട്ട്, വിസ, താമസാനുമതി രേഖ എന്നിവയില്ലാതെ കഴിഞ്ഞിരുന്ന 50,000 ഇന്ത്യക്കാർക്ക് എംബസി എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് 25,000 എമർജൻസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. എമർജൻസി സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റിയ 90% ആളുകളും സൗദി അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി. തടവ് ശിക്ഷയും പിഴശിക്ഷയും ഇല്ലാതെ ഇന്ത്യക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാനായത് ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. 10 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ഉണ്ടായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ കണക്ക് നമുക്ക് സൗദി അതോറിറ്റീസ് തന്നതനുസരിച്ച് ഏതാണ്ട് 4.5 ലക്ഷം ആൾക്കാർ ഇന്ത്യക്കാർ അവരുടെ ഇഖാമ പുതുക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ അവരുടെ പ്രൊഫഷൻ മാറുവാനായിട്ട് ഏതാണ്ട് 3.5 ലക്ഷം ആൾക്കാർക്ക് സാധിച്ചു. അതുപോലെ തന്നെ മറ്റ് ഓരോ കൺസെഷൻസും ഉപയോഗിക്കുവാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് സാധിച്ചു. ഇത് കൂടാതെയാണ് എക്സിറ്റ് എടുത്ത് നാട്ടിൽ പോയ ആൾക്കാരുടെ കണക്ക് എന്ന് പറയുന്നത്. എംബസിയെ മാത്രം സമീപിച്ച് ഏതാണ്ട് 50,000-ഓളം എമർജൻസി സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തു. തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ നിന്ന് എമർജൻസി സർട്ടിഫിക്കറ്റിന് ഫീസ് ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ 6,000 വളണ്ടിയർമാരാണ് എംബസിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത്. സൗദിയിലെ ഇന്ത്യക്കാർക്ക് പുതിയ ജോലി കണ്ടെത്താൻ എംബസി തൊഴിൽ മേളകൾ സംഘടിപ്പിച്ചു. റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചുകൊണ്ട് എംബസി സംഘടിപ്പിച്ച തൊഴിൽ മേളയിൽ 500 കമ്പനികൾ പങ്കെടുത്തു. 8,000-ഓളം തൊഴിലന്വേഷകർക്ക് ഈ തൊഴിൽമേള ഗുണം ചെയ്തു. ഇന്ത്യക്കാർക്ക് ജോലി വാഗ്ദാനവുമായി 200 കമ്പനികൾ ആദ്യം എംബസിയെ സമീപിച്ചിരുന്നു. സൗദിയിലെ തൊഴിൽദാതാക്കളായ വൻകിട കമ്പനികളുമായി എംബസിയിലെ ഉദ്യോഗസ്ഥർ നിരന്തരം ബന്ധം പുതുക്കുകയും ഇന്ത്യക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സൗദി തൊഴിൽ മേഖലയിലെ ശുദ്ധീകരണ പ്രക്രിയകൾ നിയമവിധേയരായി ജീവിക്കാൻ തയ്യാറാകുന്ന ഇന്ത്യക്കാർക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഈ 6-7 മാസം കൊണ്ട് സൗദിയിലെ ഇന്ത്യക്കാരുടെ നമ്പർ കൂടുകയാണ് ചെയ്തത്, കുറയുകയല്ല. അപ്പം കൂടുതൽ ഇന്ത്യക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയിലേക്ക്. അത് കാണിക്കുന്നത് ഈ സ്ട്രീം ലൈൻഡ് ലേബർ മാർക്കറ്റ് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടായി എന്ന് വേണം കരുതുവാനായിട്ട്. അല്ലെങ്കിൽ നമ്പർ കൂടുകയില്ലല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ടോട്ടൽ എംബസിയെ സമീപിച്ചപ്പോൾ only 5% മാത്രമേ കേരളത്തിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. അതായത് ഏതാണ്ട് എംബസി ഇപ്പം നമുക്കറിയാം 1 ലക്ഷം പേരോളം സമീപിച്ചുവെങ്കിൽ അതിൽ ഒരു 5,000 പേര് മാത്രമേ നമുക്ക് അവസാനമായിട്ട് എമർജൻസി സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്ന് കൈപ്പറ്റിയിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. സൗദി അറേബ്യയുമായുള്ള തൊഴിൽ കരാറിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ഈ കരാർ ഉടൻ ഒപ്പുവയ്ക്കും.
പുതിയ തൊഴിൽ കരാർ യാഥാർത്ഥ്യമായാൽ സൗദിയിലെ ഇന്ത്യൻ തൊഴിലാളികളുടെ ജോലി അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടും. സ്പോൺസർ പീഡിപ്പിക്കുകയോ കള്ളക്കേസിൽ കൊടുക്കുകയോ ചെയ്താൽ ഇന്ത്യൻ തൊഴിലാളിക്ക് സൗദി അധികൃതർക്ക് പരാതി സമർപ്പിക്കാൻ അവസരം കൊടുക്കുന്നതാണ് പുതിയ കരാർ. സൗദി അറേബ്യ പോലുള്ള കർശന നിയമവ്യവസ്ഥകളുള്ള ഒരു രാജ്യവുമായി തൊഴിൽ കരാറിൽ ഏർപ്പെടാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ നയതന്ത്ര മികവിന്റെ മികച്ച ഉദാഹരണമാണ്. മഹേഷേ, നല്ല വീടാ. റോയാലല്ലേ അമ്മേ, കറ പിടിക്കില്ല.